നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 964th day. Today 8th ശ്ലോക of പ്രഥമസ്കന്ധം 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 964 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. ഓം തത്സത് സർവത്ര. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. അങ്കുഷ്ടമാത്രമമലം സ്ഫുരത്പുരടമൗലിനം അബീജദർശനം ശ്യാമം തടിദ്വാസമച്യുതം. ഓം തത്സത്. അങ്കുഷ്ടമാത്രമമലം പുരടമൗലിനം അബീജദർശനം ശ്യാമം തടിദ്വാസമച്യുതം. ഓം തത്സത്. ആ കണ്ട തൻ്റെ അടുത്തൊരു പുരുഷനെ കണ്ടു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ കണ്ട പുരുഷനെ വർണ്ണിക്കുകയാണ്. പദം പിരിക്കേണ്ടത് അങ്കുഷ്ടമാത്രം അമലം സ്ഫുരത് പുരടമൗലിനം അബീജ്യ ദർശനം ശ്യാമം തടിദ്വാസം അച്യുതം. അതായത് അങ്കുഷ്ടമാത്രം, അങ്കുഷ്ടത്തോളം മാത്രം വലിപ്പമുള്ളവൻ, വിരലിനോളം മാത്രം വലിപ്പമുള്ളവൻ. അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ വിരൽ മാത്രം വലിപ്പമുള്ളവനും അമലം നിർമ്മല ശോഭയുള്ളവനും സ്ഫുരത്പുരട മൗലിനം പ്രകാശിക്കുന്ന സ്വർണ്ണ കിരീടം ഉള്ളവനും അബീജ്യ ദർശനം മനോഹരമായ സ്വരൂപത്തോടു കൂടിയവനും തടിദ്വാസം മിന്നൽ പോലെയുള്ള വസ്ത്രം ധരിച്ചവനും ച്യുതമില്ലാത്തവൻ അല്ലെങ്കിൽ വികാരമില്ലാത്തവൻ എന്നീ രണ്ടർത്ഥവും പറയാം. ഒരിക്കലും ച്യുതിയില്ലാത്തവൻ അല്ലെങ്കിൽ വികാരമില്ലാത്തവൻ. ഇപ്രകാരമുള്ള വിരലിൻ്റെ അത്രയേ ഉള്ളൂ. ആ വിരലിൻ്റെ അത്രയുള്ള ആ പുരുഷരൂപത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അമലമായിട്ടുള്ള നിർമ്മല ശോഭ അമലമായിട്ടുള്ള ആ ഭഗവാനെ ആ ശിശു തൻ്റെ ഉദരത്തിലുള്ള ആ ശിശു തൻ്റെ അരികത്ത് കണ്ടു. ആ ഭഗവാനാണ് ചെറിയൊരു പുരുഷൻ്റെ ഈ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ, ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ അതിമനോഹരമായ ശോഭയോട് കൂടിയിട്ടുള്ള ശ്യാമം നീലനിറമുള്ളവനും ശ്യാമമുള്ളവനും അതിമനോഹരമായിട്ടുള്ളവനും മിന്നൽ പോലെയുള്ള വസ്ത്രം ധരിച്ചവനും വിരലിൻ്റെ മാത്രം വലിപ്പമുള്ളവനുമായിട്ടുള്ള ആ ഭഗവാനെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. എത്ര തന്നെ വാക്കുകളാൽ വർണ്ണിച്ചാലും ഭഗവാൻ വർണ്ണനം തീരുകയില്ല. അപ്രകാരമുള്ള നിർമ്മല ശോഭയോട് കൂടിയിട്ടുള്ള പ്രകാശിക്കുന്ന സ്വർണ്ണ കിരീടത്തോടു കൂടിയ മിന്നൽ പോലെയുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള വിരലിൻ്റെ മാത്രം വലിപ്പമുള്ള ആ ഭഗവാനെ വികാരമില്ലാത്ത അല്ലെങ്കിൽ നാശമില്ലാത്ത ആ ഭഗവാനെ രൂപം ഒരു പുരുഷനെ കണ്ടു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ പുരുഷനെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകത്തിലും കൂടി വർണ്ണിച്ചാലേ അത് അടുത്ത കുറേ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സന്ദർഭത്തെ പൂർത്തിയാക്കണമെങ്കിൽ 3 ശ്ലോകങ്ങളുടെ അർത്ഥവും ഒന്നിച്ചായാലേ ശരിയാവുകയുള്ളൂ. ശ്ലോകം ഒരിക്കൽ കൂടി ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് പാരായണം ചെയ്യാം. അങ്കുഷ്ടമാത്രമമലം സ്ഫുരത്പുരടമൗലിനം അബീജ്യ ദർശനം ശ്യാമം തടിദ്വാസമച്യുതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്.
ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.